ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വടക്കുവശത്ത്, അതായത് ഓവിൻ്റെ ഭാഗം എത്തുമ്പോൾ സഹസ്രാരത്തിലെ ബ്രഹ്മരന്ധ്രം വരെ സാധകൻ പോകുന്നു. ശിവസ്ഥാനത്തിനു താഴെയാകയാൽ മറ്റു ദേവീദേവന്മാർക്ക് പൂർണ്ണമായും പ്രദക്ഷിണം ചെയ്യണം. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം സോമസൂത്രം വരെ ചെന്ന് ശ്രീകോവിലിൽ ഇരുന്ന് അരുളുന്ന ശിവനെ വന്ദിച്ച് അഥവാ ബ്രഹ്മരന്ധ്രത്തിൻ്റെ സ്ഥാനമായ താഴികക്കുടത്തെ നോക്കി തൊഴുത് ആരാധകൻ അപ്രദക്ഷിണം ചെയ്ത് മടങ്ങണം. അതിന് പറയുന്നത് സോമോദ്യോതകം എന്നാണ്. പിംഗള നാഡിയിലൂടെ പൂരകരേച കുംഭങ്ങളാകുന്ന പ്രാണായാമ പ്രക്രിയ നടത്തുന്നത് പോലെ ഒരു ക്രിയയാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം. ഇത് ഉയർന്ന യോഗമാർഗത്തെ സൂചിപ്പിക്കുന്നു. ഇതിലെ കുംഭാവസ്ഥയാണ് സോമസൂത്രത്തിനപ്പുറത്തും ഇപ്പുറത്തും വന്ന് അന്തർവർത്തികമായ പരമാത്മ ചൈതന്യത്തെ വന്ദിക്കുന്ന രംഗം. സാധാരണ ക്രിയാദികൾക്ക് 3 പ്രാണായാമ